വയനാട്ടിലേക്ക് തന്നെയാണ്. വയനാട് കമ്പമലയിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. ഉൾക്കാട്ടിൽ നിന്ന് 9 റൗണ്ട് വെടിശബ്ദം കേട്ടതായി തോട്ടം തൊഴിലാളികൾ പറഞ്ഞു. മേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തണ്ടർബോൾട്ട് തെരച്ചിൽ നടത്തിവരികയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്യുന്നു. സുർജിത്ത്, കമ്പമല എപ്പോഴും മാവോയിസ്റ്റ് പ്രോൺ ഏരിയയായി മാറിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പോലും അവിടെ ഈ മാവോയിസ്റ്റുകൾ എത്തിയ സാഹചര്യമുണ്ട്. പരിശോധന തുടരുകയാണോ? ഈ ഭീഷണി അങ്ങനെ തന്നെ ആ ഇടത്ത് തുടരുകയാണല്ലോ. സുഹൈൽ, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. തണ്ടർബോൾട്ട് സംഘവും പോലീസും ചേർന്ന് മാനന്തവാടി ഡിവൈഎസ്പി സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരുകയാണ്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് അസാധാരണമായ ചില നീക്കങ്ങൾ ആ മേഖലയിൽ ഈ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കണ്ടത്. തോട്ടം തൊഴിലാളികൾ പറയുന്ന കാര്യം 9 റൗണ്ട് വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു എന്നാണ്. അതായത് ഈ വനമേഖലയാണ്, ആറളം ഭാഗത്തേക്ക് കടന്നു പോകുന്ന വഴി. ആ വഴി വനപാതയുണ്ട്. ആ വഴി അതിന് സമീപത്ത് വെച്ചാണ്, തേൻപാറ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഈ വെടിയൊച്ച കേട്ടത് എന്നുള്ള കാര്യമാണ് ഈ തോട്ടം തൊഴിലാളികൾ പറയുന്നത്. 9 റൗണ്ട് വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു. ഇത് മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ തണ്ടർബോൾട്ടും തമ്മിലുള്ള ഫയറിംഗ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെല്ലാം തന്നെ അരിച്ചു പെറുക്കുന്നുണ്ട് പോലീസ്. നേരത്തെ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശ ദിവസമാണ് മാവോയിസ്റ്റുകൾ ഏറ്റവും ഒടുവിൽ കമ്പമല പാടിക്ക് സമീപം എത്തിയത്. ആ സമയം അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നുള്ള ആഹ്വാനം ഉന്നയിക്കാൻ വേണ്ടിയാണ് എത്തിയത്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം ഇവർക്കെതിരെ ഉണ്ടായി. ജനങ്ങൾ ഇവരുമായി ധീരമായി തന്നെ സംസാരിച്ചു. ഇവിടെ നിൽക്കരുത് എന്നുള്ള ആവശ്യം, ഇവിടെ വരരുത് എന്നുള്ള ആവശ്യം കൂടി ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിച്ചു. മാത്രമല്ല, ഇവർ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തലപ്പുഴ ജംഗ്ഷനിൽ വന്ന് സംസാരിക്കും എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ആ സംഭാഷണം വ്യക്തമാണ്. 4 പേരടങ്ങുന്ന സംഘമാണ് ഈ പാടിക്ക് സമീപം എത്തിയത്. ഒരാൾ CP മൊയ്തീനാണ്, കബനി ദളത്തിൻ്റെ കമാൻഡറായി പ്രവർത്തിക്കുന്ന ആളാണ്. മലപ്പുറം സ്വദേശിയാണ്. ഏറെക്കാലമായി മാവോയിസ്റ്റുകളുടെ ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനിയാണ് CP മൊയ്തീൻ. അതോടൊപ്പം തന്നെ വരുന്ന ആളുകൾ, മനോജ് എന്ന് പറയുന്ന ഒരു ഷഫീഖ് തൃശ്ശൂർ വിയ്യൂർ സ്വദേശിയാണ്. സോമൻ എന്നൊരാൾ, മറ്റൊരാൾ സന്തോഷ്. സോമൻ വയനാട് സ്വദേശിയാണ്. മറ്റൊരാൾ ഈ സംഘത്തിലുണ്ടായിരുന്നത് സന്തോഷ് എന്ന ഒരു മാവോയിസ്റ്റാണ്. നേരത്തെ ഈ ആറളത്തുണ്ടായ വെടിവെപ്പിൽ ഒരു മാവോയിസ്റ്റ് പരിക്കേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം എല്ലാം തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഒരു മന്ദഗതിയിലായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും ഇവർ കമ്പമലയിൽ ഇവരുടെ സാന്നിധ്യം വന്നതോടുകൂടി, ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി പോലീസ് ആ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണാഹ്വാനം അവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കാരണം അതിനുശേഷം അവിടെ ജില്ലാ ഭരണകൂടം എത്തുകയും അവിടെ ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ആ മേഖലയിൽ പോളിംഗ് ശതമാനം ഉയർന്ന രീതിയിൽ തന്നെയായിരുന്നു. പരമാവധി തോട്ടം തൊഴിലാളികൾ പോളിംഗിൻ്റെ ഭാഗമാകുന്ന നടപടിയിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ട് സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, ശരി. വയനാട് കമ്പമലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സജീവമാവുകയാണ്. തണ്ടർബോൾട്ട് വനമേഖലയിൽ പരിശോധന തുടരുകയാണ്.